കഴിഞ്ഞ തവണ ജനന മരണ ചക്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ജനന മരണ ചക്രത്തെക്കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിൽ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തി. കാരണം നാഡീ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ പറയേണ്ട വിധത്തിലല്ല പറയുന്നതെന്നും അത് ഡീകോഡ് ചെയ്യുന്നത് ശരിയല്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ എന്നടുത്ത് നേരിട്ടും അല്ലാതെയും പറഞ്ഞത് നാഡീ ജ്യോതിഷം ഡീകോഡ് ചെയ്യുന്നത് ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ അത് ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെ പറയണമെല്ലാം ശരിയാണ്, അങ്ങനെയല്ല, അത് അതിനെക്കുറിച്ച് വളരെ നല്ല ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്നടുത്ത് നേരിട്ട് ബന്ധപ്പെട്ടവരോടും അല്ലാത്തടത്ത് ഞാൻ ചോദിച്ചു, ശരി, നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്. നിങ്ങളടുത്ത് ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യം, ഈ നാഡീ ജ്യോതിഷം യഥാർത്ഥത്തിൽ എഴുതിയത് ഏത് ലിപിയിലാണ്? അവരെല്ലാം പറഞ്ഞു പഴയ തമിഴ് ലിപിയാണ്. അപ്പോൾ ആ പഴയ തമിഴ് ലിപിക്കൊരു പേരില്ലേ? അല്ല, അത് പഴയ തമിഴാണ്. അല്ല, അതല്ല. ആ പഴയ തമിഴ് ലിപിയാണ് നിങ്ങൾ പറഞ്ഞു. ശരി, ഞാൻ അംഗീകരിച്ചു. അതിൻ്റെ പേര് നിങ്ങൾക്ക് പറയുന്നതെല്ലാം പേര് ഇല്ല എന്ന് പറയുന്നു. ആ തമിഴ് ലിപിയിൽ നാഡീ ജ്യോതിഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ള തമിഴ് ലിപികളുള്ളതിൽ എത്ര അക്ഷരങ്ങളാണ്, തമിഴിലെ എത്ര അക്ഷരങ്ങളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ പറയൂ. അല്ല, അത്തരത്തിലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഡീകോഡ് ചെയ്യണത്? ഇതാണ് എൻ്റെ ചോദ്യം. നാഡീ ജ്യോതിഷത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഉപാധി എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ തള്ളവിരലും സ്ത്രീയുടെ ഇടത് തള്ളവിരലും, പുരുഷൻ്റെ വലത് കൈയിലെ തള്ളവിരലുമാണ്. ഈ വലത് കൈയിലെ തള്ളവിരൽ, ഇപ്പം ഞാൻ നാഡീ ജ്യോതിഷം നോക്കാൻ വരുമ്പോൾ ഈ വലത് കൈയിലെ തള്ളവിരൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ചുറ്റുകളാണ് ഉള്ളത്? അവർ പറഞ്ഞ് അത് എത്ര എണ്ണമെന്നല്ല, അതിൻ്റെ ആദ്യ ചുറ്റ്, 2 ചുറ്റ്, ഇങ്ങനെ 3-4 ചുറ്റുകളുണ്ട്. അല്ല, അതിപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഏത് കാര്യം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ അത് ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിക്കണം. ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിക്കുക, അല്ല തത്തമ്മ പൂച്ച എന്ന് പറയും കണക്ക് പഠിച്ചിട്ട് കാര്യമില്ല. ഗവേഷണ ബുദ്ധിയോടുകൂടി നമ്മൾ പഠിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് അനുബന്ധമായി വീണ്ടും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ജ്ഞാനം അല്പമെങ്കിലും പൂർണ്ണമാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പല അറിവുകളും ക്ഷയിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത് അറിവൊരു മുറിവാണ്. ഒപ്പം അതിനുമുമ്പ് പറയുന്നൊരു വാചകമുണ്ട്, അറിവൊരു നിറവാണ്. അറിവൊരു നിറവാണ്, ഒപ്പം അറിവൊരു മുറിവാണ്. ഒരു മനുഷ്യൻ്റെ അറിവ് എന്ന് പറയുന്നത്, അയാളുടെ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ വലിയൊരു നിറവ് തന്നെയാണ്. ഒപ്പം അത് പൂർണ്ണമായി പഠിക്കാതെ നമ്മൾ ഒരാണ്ട് തർക്കിക്കാൻ പോവുകയോ വാദിക്കാൻ പോവുകയോ ഉപജീവന മാർഗമായിട്ടത് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അതൊരു മുറിവ് തന്നെയാണ്. അതാണ് അറിവൊരു നിറവാണ്, ഒപ്പം അറിവൊരു മുറിവാണ് എന്ന് പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ജ്യോതിഷം വെച്ചോ അല്ലെങ്കിൽ നാഡീ ജ്യോതിഷം വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധ്യാത്മികമായ ഒരു വിഷയം വെച്ച് ജീവിക്കുന്ന ഒരാളല്ല. അത് അറിയുന്നവർക്കറിയാം. എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ജീവിതോപാധിയായിരിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ഉപരിപ്ലവമായിട്ട് അറിഞ്ഞാൽ മാത്രം പോരാ എന്ന് തോന്നുമ്പോൾ ഞാൻ ഗഗനമായി അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമ്പോഴും എതിർക്കുമ്പോഴും എൻ്റെ അറിവ്, ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ അറിവ് പൂർണ്ണമല്ല,
ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഒപ്പം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്, അടിസ്ഥാന ശാസ്ത്രം ഏതാണ്, ഏത് രീതിയിലാണ് നിങ്ങൾ ഇത് ശരിയല്ല, ഇതിങ്ങനെയല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ്. കാരണം എന്തിനാണ്? അതെനിക്കും പഠിക്കാനുള്ള, തർക്കിച്ച് പിന്നെ വിജയിച്ചു വലിയൊരു അറിവുള്ളവനാണെന്ന് മാറ്റാൻ വേണ്ടിയല്ല. അങ്ങനൊരു അറിവൊന്നും എനിക്കില്ല. ഈ നാഡീ ജ്യോതിഷം നോക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, നാഡീ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് തമിഴാണെന്നല്ല നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ തമിഴിന് മുമ്പ് ഒരു ഭാഷയുണ്ടായിരുന്നു. ആ ഭാഷയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ നാഡീ ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ ഡീകോഡ് ചെയ്യാൻ. ഇതെല്ലാം ഓരോ അക്ഷരങ്ങളും ഓരോ സൂചനകളുമാണ്. ആ സൂചനകൾ നമ്മൾ ഡീകോഡ് ചെയ്യേണ്ടത്. വട്ടേലുട്ടിയിലാണ് നാഡി ഞാൻ രചിച്ചത്. അതിന് പിന്നെ അപുഗിഡ ലിപി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപുഗിഡ ലിപി പിന്നെ വട്ടേലുട്ടിയിൽ ഞാൻ രചിക്കും നാഡികളൊക്കെയും 21,600 ശ്വാസത്തിൻ പൊരുളനുസരിച്ചും കണക്കനുസരിച്ചും ആണ് അടിമപ്പെട്ടിരിക്കുന്നത്, ഉടയപ്പെട്ടിരിക്കുന്നത് എന്ന് നീ അറിയുക എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സിദ്ധപാഠൽ മനസ്സിലാക്കിയിട്ട് വേണം നാഡീ ജ്യോതിഷത്തിലേക്ക് ഡീകോഡ് ചെയ്യാനും പഠിക്കാനായിട്ട് ഇറങ്ങിച്ചിരിക്കേണ്ടത്. എൻ്റെ അറിവുകളാണ്, ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പോലും വട്ടേലുട്ടി ലിപിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഉത്തരമില്ല ചോദിച്ചതിന്. പ്രശസ്തരായ 3 നാഡീ ജ്യോതിഷം നടത്തുന്ന ആൾക്കാരോട് അവർ വിളിച്ചപ്പോൾ ഞാൻ ന്യായമായി ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ല. എത്രയുണ്ട് എന്ന് അവരിങ്ങോട്ട് എഴുതി. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കിയത് ഇപ്പം ഫോണിൽ കൂടെ നിങ്ങൾ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാനുള്ളതല്ല. നിങ്ങളല്ല ഇത് വെച്ച് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളാണിത് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കണം? നാഡീ ജ്യോതിഷം അത് പോയി തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നു. തമ്പ് ഇംപ്രഷൻ മാത്രമേ കൊടുക്കാവൂ. ഒരിക്കലും അവർ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിക്കാൻ പാടില്ല. നിങ്ങൾ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കാൻ പാടില്ല. അത് വളരെ വ്യക്തമായിട്ട് പറയണം ഇത് നോക്കാൻ പോകുന്നവർ. കാരണം നാഡീ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയുന്നത് അഗസ്ത്യ നാഡീ ജ്യോതിഷ നൂലാണ്. അഗസ്ത്യ മുനിയാണ് ഈ നാഡീ ജ്യോതിഷം ആദ്യമായിട്ട് തൻ്റെ ശിഷ്യർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തത്. ഈ 18 സിദ്ധന്മാർ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തുണ്ട് എന്ന് പറയുന്നു. ഈ 18 സിദ്ധന്മാരുണ്ടെങ്കിൽ ഈ 18 സിദ്ധന്മാർക്കും ഓരോ നാഡികൾ അവർ രചിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും അതിനെക്കുറിച്ച് പൂർണ്ണ അറിവ് അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്ന് ഈ നാഡീ ജ്യോതിഷം നടത്തുന്നവരും അതുമായി ബന്ധപ്പെട്ടവരും ഒന്ന് അന്വേഷിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട അതിനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഓരോന്നും പറഞ്ഞ് ഒരു തരം കൊള്ള നടത്തുകയാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. 9 ഗ്രഹങ്ങളുണ്ട്, നവഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ശരി, ഈ 9 ഗ്രഹങ്ങൾക്കും 9 നാഡികളുണ്ട്. ഓരോ ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നാഡിക്കെട്ടുകളുണ്ട്. ശുക്രനാഡിയുണ്ട്, പിന്നെ ബൃഹനാഡിയുണ്ട്, ബൃഹനാഡിയുണ്ട്, അംഗനാഡിയുണ്ട്, അങ്കാരക നാഡി. രണ്ടാണ്, 2 സെക്ഷനായിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഗഗനമായിട്ടുള്ള ആ നാഡിയിൽ നമ്മൾ ജനറലായിട്ട് എടുക്കും. അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതുണ്ട്, അതിസൂക്ഷ്മമായിട്ടുള്ളതുണ്ട്. ഈ അതിസൂക്ഷ്മമായിട്ടുള്ളത് എടുക്കാനായിട്ട് അപുഗിഡ ലിപി നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപുഗിഡ ലിപി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വട്ടേലുട്ടി ലിപി എന്ന് പറയും. ഇത് രണ്ടും ഏതാണ്ട് ഒന്നുപോലെ തന്നെയാണ്. ഈ ലിപികളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങളും സൂചനകളും ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ
ഈ നാഡീ ജ്യോതിഷത്തിൽ പിന്നെ ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു രാശിയിൽ 150 നാഡികളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രാശിയുടെ 30 ഡിഗ്രിയാണ് പിന്നെ 360 എന്ന് പറയുന്നത്. 30 ഡിഗ്രി 360ലേക്ക് വരുന്നത്. രാശിചക്രങ്ങളെ തന്നെ 12 ഈ രാശികളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ചരസ്ഥിര ഉഭയ രാശികൾ. അത് ജ്യോതിഷത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. ഈ ചരസ്ഥിര ഉഭയ രാശികളിൽ ഉള്ള നാഡിയുടെ രീതിയല്ല സ്ഥിരരാശിയിലുള്ളത്. സ്ഥിരരാശിയിലും ചരരാശിയിലുള്ള ഉഭയരാശിയിലുള്ളത്. ചില നാഡികൾക്ക് ഇത് 3ലും കൂടെ ഉള്ള സങ്കരജാതി ഇനത്തിലുള്ള നാഡിക്കെട്ടുകളും ഉണ്ട്. അതിനാണ് സങ്കര നാഡികൾ എന്ന് പറയുന്നത്. സങ്കര നാഡി നൂല് അത് പ്രത്യേകമാണ്. അത് അപൂർവമായിട്ട് കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ട്. അത് ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അപകട ലിപിയെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ 360 ഡിഗ്രിയിൽ വന്നിട്ട് 1800 നാഡികളുണ്ട്. അതെങ്ങനെ ഉണ്ടായി? ഒരു മനുഷ്യൻ ഒരു ദിവസം ശ്വസിക്കുന്നത് എത്ര തവണ? അത് ചോദിക്കേണ്ടി വന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. 21,600 തവണയാണ് ഒരു മനുഷ്യൻ ശ്വസിക്കുന്നത്. 360 1800 നാഡി, 21,600 ശ്വാസത്തിൻ്റെ കണക്ക്. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? എങ്ങനെയാണിത് വന്നത്? നാഡിയുടെ ഉടയോൻ ഞാനെങ്കിൽ നാഡിയുടെ ഫലം ചൊല്ലുവാൻ ഞാൻ ആരുമേയല്ല എന്ന് അഗസ്ത്യനൂലി പറയുന്നുണ്ട്. അതിനെ മലയാളത്തിലുള്ളതാണ്, മലയാളീകരിച്ചാണ് ഞാൻ പറഞ്ഞത്. ചൊല്ലും വിധം പോകുക നാഡിയെ, തല്ലും വിധമല്ല നീ പോകേണ്ടത്. ചൊല്ലിടാതെ നീ പോകരുത്, ചൊല്ലി നീ പോകിടേണം. നാഡികൾ ഓരോന്നും മാറി മാറി നീ നോക്കി, ഇടവിങ്കല സുഷുമനയിലൂടെ നീ ഓടി, സൂക്ഷ്മത്തിൽ നിന്നും അതിസൂക്ഷ്മത്തിലേക്ക് പോയി, കണ്ണായി കരളായി പൊരുളായി മാറണം. നാഡിതൻ ഫലങ്ങളൊക്കെയും കാവൽ മാലാഖ പോലെ, കാവൽ ദേവത പോലെ നാഡിക്കെട്ടുകൾ നിന്നിടേണം, നാഡികളൊക്കെയും പുണർന്നിടേണം എന്ന് പറയുന്നുണ്ട്. നാഡി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ നാഡീ ജ്യോതിഷത്തിൻ്റെ ഗ്രന്ഥക്കെട്ടുകൾ മുഴുവൻ വച്ചിരിക്കുന്നത് പിന്നെ വൈത്തീശ്വരൻ കോവിലാണ്. ഈ വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയുന്നത് വൈദീശ്വരൻ കോവിലാണ്. ശിവൻ വൈദ്യനായി പറഞ്ഞാൽ ഒരു പിന്നെ ചികിത്സകനായിട്ട് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് രോഗചികിത്സ നടത്തി. പിന്നെ അത് വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഗ്രഹത്തിന് കുഷ്ഠരോഗം വന്നപ്പോൾ ആ കുഷ്ഠരോഗത്തെ അദ്ദേഹം ഇല്ലായ്മ ചെയ്തിട്ട് ആ ഇല്ലായ്മ ചെയ്യാനുള്ള ദിവ്യാമൃതം ആയ ഔഷധം കൊടുത്തത് ഈ പറയുന്ന പിന്നെ വൈത്തീശ്വരൻ കോവിൽ വെച്ചെന്നാണ്. ഈ വൈത്തീശ്വരം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ ഗ്രഹമാണ്. ചൊവ്വാഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള പിന്നെ ഒരു ക്ഷേത്രമാണ് വൈത്തീശ്വരൻ കോവിൽ. ഈ വൈത്തീശ്വരൻ കോവിലിൽ ഒരു സമാധിയുണ്ട്. 18 സിദ്ധന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട 18 സിദ്ധന്മാരിലെ ധന്വന്തരി ഭഗവാന്റെ സമാധിയാണ് വൈത്തീശ്വരൻ കോവിലുള്ളത്. അവിടെ ഒരു പിന്നെ ധന്വന്തരി വിഗ്രഹമൊക്കെ ഉണ്ട്. പോയിട്ടുള്ളവർക്കറിയാം. ശിവൻ വൈദ്യനാഥനായി വൈത്തീശ്വരനായി രോഗശാന്തി ഭാവത്തിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു ക്ഷേത്രമാണ്, കിഴക്കല്ല ദർശനം. അവിടെ വൈത്തീശ്വര ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നാടി നോക്കുന്ന ഒരു വ്യക്തിക്ക് അത് പടിഞ്ഞാറ് ദർശനമാണെന്ന് പോലും അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവർ നാഡിക്കെട്ടിലെ ഈ സംഭവങ്ങളൊക്കെ ഡീകോഡ് ചെയ്യണം എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്നു.
ഇപ്പം അത് ആ ക്ഷേത്രത്തിലെ പിന്നെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ ദ്രവീഡിയൻ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ പിന്നെ സംസ്കാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. ഈ വൈത്തീശ്വരൻ ക്ഷേത്രത്തിൽ പിന്നെ ആ പരിസരത്തുള്ള ആൾക്കാരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന നാടികളെല്ലാം വളരെ കുറച്ച് നാടികളാണ്. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന നാടികൾ ഒക്കെയും തന്നെ ഈ പറയുന്ന മധുരയിലെ നമ്മുടെ പിന്നെ തമിഴ്നാട്ടിലെ പിന്നെ ഒരു സരസ്വതി ലൈബ്രറിയിലുണ്ട്. അത് 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 നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ നാടികളും ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ആ പിന്നെ സരസ്വതി മഹാൽ ലൈബ്രറിയെ കത്തിക്കുക വരെ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ആ പിന്നെ അവിടുന്ന് ഈ നാടികളെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിനെ പിന്നെ എങ്ങനെയുള്ള മരുന്നുകൾ പുരട്ടിയാണ് ഈ താളിയോല പിന്നെ ഗ്രന്ഥം പിന്നെ സൂക്ഷിക്കേണ്ടത്, ആ വിധത്തിൽ അത് സൂക്ഷിക്കാൻ പറ്റാതായാൽ ചീത്തയായി പോകുമെന്നുള്ളതുകൊണ്ട് അതിനെ മരുന്ന് പുരട്ടി താളിയോല ഗ്രന്ഥത്തിന് മരുന്ന് ചികിത്സ നടത്തി താളിയോല ഗ്രന്ഥം സൂക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ബ്രിട്ടീഷുകാർ അതിനകത്തുള്ള കാര്യങ്ങളിൽ വളരെയേറെ കാമ്പുണ്ടെന്ന് മനസ്സിലാക്കി അത് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കടത്തിക്കൊണ്ട് പോവുകയും അത് ബ്രിട്ടീഷുകാർ കത്തിക്കുകയും ഒക്കെ ചെയ്ത ലൈബ്രറി കുറേയേറെ കടത്തിയതിനു ശേഷം ചരിത്രം പരിശോധിച്ച് അതിനകത്ത് വ്യക്തമായിട്ട് അതുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. അതിലേക്ക് അഗാധമായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അവർ പിന്നെ അതിൽ കുറച്ച് നാടികൾ ലേലം ചെയ്തിട്ടുള്ളതാണ് ഈ വൈത്തീശ്വരൻ കോവിലിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഗ്രന്ഥങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ വൈത്തീശ്വരൻ ക്ഷേത്രത്തിലെ അത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു 10-10.5 ഏക്കറിൽ കൂടുതലുണ്ട്. 10 ഏക്കറിന് മേലുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഈ ക്ഷേത്രത്തിനൊരു വൃക്ഷമുണ്ട്. ഈ ക്ഷേത്ര വൃക്ഷം എന്ന് തന്നെ പറയുന്ന വേപ്പാണ്. വൈത്തീശ്വരൻ ക്ഷേത്രത്തിലെ പിന്നെ വൃക്ഷമെന്ന് പറയുന്ന വേപ്പാണ്. നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള ചൊവ്വയുടെ ക്ഷേത്രമാണ് വൈത്തീശ്വരൻ ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ ചൊവ്വാദോഷമുള്ള പെൺകുട്ടികൾക്ക് അല്ലെ പുരുഷന്മാർക്ക് വൈത്തീശ്വരൻ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ചൊവ്വയുടെ ദൂഷ്യം വളരെ കുറഞ്ഞു വരും എന്ന് പറയുന്നു. അതേപോലെ തന്നെ വൈത്തീശ്വര ക്ഷേത്രത്തിലെ രോഗശാന്തിക്കായിട്ടുള്ള ഒരു തീർത്ഥസ്ഥാനമുണ്ട്. അത് പിന്നെ ഇതാണ് പിന്നെ ആ തീർത്ഥസ്ഥാനം എന്ന് പറയുന്നത് ഒരു കിണറാണ്. അതിനെ കിണറിനെ പറയുന്ന പതി എന്നാണ്. അപ്പോൾ വൈത്തീശ്വര ക്ഷേത്രത്തിലെ ഈ കിണറിലെ വെള്ളം എന്ന് പറയുന്നതിനെ അമൃതം എന്നാണ് പറയുന്നത്. ഈ അമൃതമായ ജലം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോ വിശ്വാസമാണ്. എന്തായാലും ആ വൈത്തീശ്വര ദർശനത്തിന് ശേഷം ആ തീർത്ഥം കുടിച്ചു കഴിയുമ്പോൾ ഒരു രോഗശാന്തി ഉണ്ടായതായിട്ട് ഒത്തിരി പേര് പറയുന്നു. അതേപോലെ ധന്വന്തരി 18 സിദ്ധന്മാരിലെ ധന്വന്തരിയുടെ ജീവസമാധിയാണ് വൈത്തീശ്വര ക്ഷേത്രം. സമാധികൾ പലവിധമുണ്ട്. ജീവസമാധിയാണ് സമാധികൾ ഏറ്റവും ടോപ്പ്. അപ്പോൾ ആ ജീവസമാധിയാണ് വൈത്തീശ്വരം ക്ഷേത്രത്തിലെ പിന്നെ വൈത്തീശ്വരത്തിലെ സമാധിയായിട്ടിരിക്കുന്നത്. അതിനു മുകളിൽ ആയിട്ടാണ് ശ്രീകോവിലിലെ പിന്നെ ശിവൻ രോഗശാന്തി നൽകുന്ന വൈത്തീശ്വരനായിട്ടുള്ള ഭാവത്തിലുള്ള പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നത്. ഇത് പിന്നെ ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ സ്കന്ദ പുരാണം, പിന്നെ ഗരുഡ പുരാണം, മാർക്കണ്ഡേയ പുരാണം ഒക്കെ ഒന്ന് പഠിച്ചു നോക്കണം. അതിനകത്ത് പിന്നെ ധന്വന്തരി ഭഗവാന്റെ ജീവസമാധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം. വെറും വാക്കല്ല, അതിനെക്കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക, ഈ കിണർ അതിനെ പറയുന്നത് സിദ്ധാമൃതപതി എന്നാണ്.
അതിനൊരു വലിയ പുണ്യതീർത്ഥമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. കോവിലിനകത്താണ് അതുള്ളത്. അപ്പോൾ അതൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ വിഷയം വന്നിട്ട് അതൊന്നുമല്ല. ഈ നാടിക്കെട്ടുകൾ ഡീകോഡ് ചെയ്യുന്നത് ശരിയാണോ, ശരിയല്ല എന്ന് ഞാൻ തീർത്തും പറയുന്നു. ആദ്യത്തെ തെറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് പിന്നെ വരുന്നവരുടെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നു. ഒരിക്കലും ചോദിക്കാൻ പാടില്ല, ഒരു കാലത്തും ചോദിക്കാൻ പാടില്ല, ഒരു കാലത്തും അത് കൊടുക്കാനും പാടില്ല. ഞാൻ ഉൾപ്പെടെ പോകുമ്പോൾ അത് കൊടുക്കാറുണ്ട്, കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനെന്നാണ്. ഒരിക്കലും പാടില്ല. നമ്മുടെ തള്ള വിരലിൻ്റെ ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ചുഴിയിലാണ്, നമ്മുടെ തള്ള വിരൽ ഏത് ചുഴിയിലാണെന്ന് നോക്കും. ചുഴി 7-ൽ നിന്ന് 16-ലേക്ക് പോയി 18-ആയി പെരുകുമ്പോൾ ചക്രച്ചുഴി 8-ആയിട്ട് ചുരുക്കി 6-ൽ നിന്ന് 3-ആയി ഗണിച്ച് അതിൽ നിന്നൊന്നെടുത്ത് ചുഴിമുന നോക്കിയിടണം. ചുഴിമുന നോക്കിയിടണം. എന്താണ് ഈ ചുഴിമുന? എന്താണ് ഈ ചുഴിമുന? ചുഴിമുന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഒരു ഭാഗമാണ്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞു തരാം എന്താണ് ഈ ചുഴിമുന എന്നുള്ളത്. അപ്പോൾ ഈ അതേ ചുഴിമുന ഈ തള്ളവിരലിലും ഉണ്ട്. ഒരാളിൻ്റെ തള്ളവിരലിലുള്ള ചുഴിമുന ആയിരിക്കില്ല മറ്റൊരാളിന്. ഈ ലോകത്ത് എത്ര ആൾക്കാരുണ്ടോ അവരുടെ എല്ലാം ഇംപ്രഷൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. അത് പറയുന്നത് 21,600-ൽ നിന്നു ഞാൻ ചുരുങ്ങി 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 പല പല ജന്മങ്ങളിലൂടെ 18 ചുഴിയായി വന്നു നിന്ന് ഒറ്റച്ചുഴിയായി മാറുന്ന നേരം മർത്യനായി ഭൂമിയിൽ വന്നിടുന്നു. അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. 21,600. ഈ പാടലുകളെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ നാഡീ ജ്യോതിഷം നോക്കുന്നവർ. അല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ജനനസമയം ചോദിക്കും, പിന്നെ നക്ഷത്രം ചോദിക്കും, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഇതെല്ലാം ചോദിച്ചിട്ട് ഇതാണ് നിങ്ങൾ, അത് പല പല ഓലകൾ മാറ്റി വെച്ച് ഇതാണോ നിങ്ങളുടെ അച്ഛൻ്റെ ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, അങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത്. അങ്ങനെ പോയി നോക്കേണ്ടതുമല്ല, അങ്ങനെ പറയേണ്ട കാര്യവുമല്ല ഇത്. ഇത് ആ ചുഴിമുന കണ്ടെത്താൻ പഠിക്കണം. ആ ചുഴിമുന കണ്ടെത്താൻ പഠിക്കണമെങ്കിൽ അപുകിട ലിപി എന്തെന്ന് പഠിച്ചേ പറ്റുള്ളൂ. അപുകിട ലിപിക്കകത്തുള്ള പ്രത്യേകത എന്താണ്? അപുകിട ലിപി സാഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. സംഖ്യാശാസ്ത്രമല്ല, സാഖ്യാശാസ്ത്രം എന്നാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം എന്ന് തന്നെ പറയാം, കാരണം സംഖ്യകൾ അതിനകത്തുണ്ട്. അത് അപുകിട ലിപിയിലെ വട്ടൈ ചുട്ടിയിൽ 10 10 8 10 10 18 10 18 എന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ ചുഴിമുനയിൽ നിന്ന് ചുഴിമുനയിലേക്ക് പോയിടും നേരം ചുഴിമുന കവർന്നെന്നെ നോക്കുന്ന നേരത്ത് അമ്മതൻ ഉദരത്തിൽ പിടയുന്ന നേരവും കണ്ടെത്തി ഞാനൊന്ന് വന്നോട്ടെ നിന്നോട് ചോദിച്ചോട്ടെ, എന്താണ് എൻ്റെ ഭാവി, എന്താണ് എൻ്റെ ഭൂതം, എന്താണ് എൻ്റെ വർത്തമാനം. വർത്തമാനകാലത്തെക്കുറിച്ച് പറയും. അപ്പോൾ ആ ചുഴിമുന പഠിക്കണം. ആ ചുഴിമുന പഠിച്ച ശേഷം അത് പിന്നെ ഈ വട്ടയിലുട്ടിയിലെ ഏത് അക്ഷരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പഠിക്കണം. ഈ വട്ടയിലുട്ടി രഹസ്യ കോഡിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കിയത് അഗസ്ത്യമുനിയാണ്. അഗസ്ത്യമുനിയാണ് അത് ശിവന് പറഞ്ഞു കൊടുക്കുന്നത്. ശിവൻ അതിന് വേണ്ട തിരുത്തലുകൾ നടത്തി. അപ്പോൾ നാഡികളിൽ ഏറ്റവും ശക്തമായ നാഡി എന്ന് പറയുന്നത് അഗസ്ത്യ നാഡിയാണ്. അതിൽ വട്ടയിലുട്ടി എന്ന് പറയുന്ന അതിനകത്തുള്ള രഹസ്യ കോഡുകൾ എങ്ങനെ മാറ്റണം. ഉട്രാണം എന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉട്രാണം എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ പറയുന്നതാണ് അരഞ്ഞാണം, ഉട്ടിയാണം എന്ന് പറയും. അല്ല, ഉട്രാണം എന്ന് പറഞ്ഞാൽ അത് ഉരകത്തെ സൂചിപ്പിക്കുന്ന
ത്രാടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉട്രാണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കോഡുകളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ എന്ത് പറയും, ഈ വ്യക്തിയുടെ ഉട്രാണത്തെ വെച്ചുകൊണ്ടാണ് രാഹുർ ഗ്രഹം ഈ വ്യക്തിയുടെ ഏത് രാശിയിൽ നിൽക്കുന്നു. അപ്പം ആ രാഹുർ ഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്തി ഉടൻ തന്നെ ആ രാഹുർ ഗ്രഹം ഇന്ന രാശിയിലാണെന്ന് കണ്ടെത്തി എഴുതുന്നു. ഇത്തരത്തിൽ നവഗ്രഹങ്ങളെയും ഗുളികനെയും കണ്ടെത്തി ഗ്രഹനില തയ്യാറാക്കുകയും അതിനു മുമ്പ് ഏത് വർഷമാണ് ഈ മനുഷ്യൻ ജനിച്ചത് എന്നുള്ളത് ഈ അപുകിട ലിപികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഒന്നും പഠിക്കാതെ പിന്നെ ഇത് പഴയ തമിഴാണ്, പിന്നെ പഴന്തമിഴാണ് ഈ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് പഴന്തമിഴായിട്ട് ബന്ധമുണ്ട്. പഴന്തമിഴ് പിന്നെ ഉണ്ടായതല്ലേ. അഗസ്ത്യൻ തമിഴ് ഭാഷയുടെ ഉപജ്ഞാതാവാണ്, അതിൻ്റെ തന്തയാണ് എന്നാണ് പറയുന്നത് ചിലരല്ല സിദ്ധന്മാർ പറയും. തമിഴ് ഭാഷ തൻ തന്ത കുറുമുനി, കുറുകിയ മുനി, പൊക്കം കുറഞ്ഞ മുനി, കുറുമുനി രചിച്ച ഭാഷ തമിഴ് ഭാഷ. കുറുമുനി കണ്ടെത്തി പിന്നെ സിദ്ധന്മാർക്ക് ഉപദേശിച്ച ഭാഷ അപുകിട ലിപി. അപുകിട ലിപി രഹസ്യ കോഡുകളാണ്. 1,08,008 രഹസ്യ കോഡുകൾ പ്രഥമ കോഡുകളായിട്ട് വെച്ചിട്ടുണ്ട്. അപുകിട ലിപിയിൽ ഒളിച്ചിരിക്കുകയാണ്. അതിനകത്തുള്ള നിഗൂഢമായിട്ടുള്ള സംഖ്യകളുടെ കണക്ക് പറഞ്ഞാൽ 21,600 ആദി, 1,38,000 ദ്വിതീയം, 3,86,000 തൃതീയം, പിന്നെ നേരെ തൃതീയം കഴിഞ്ഞിട്ട് വീണ്ടും 18,000 നാലാം ഭാവത്തിലേക്ക് വരുന്നു. അങ്ങനെ കയറി പോവുകയാണ്. ഇതെല്ലാം പഠിക്കണ്ടേ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വെറും തള്ളവിരൽ കൊണ്ട് കൊടുത്താൽ മതി. ഒരു പിന്നെ തള്ളവിരലിന് ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ആണുങ്ങൾക്ക് വലത് കൈയുടെ തള്ളവിരലും പെണ്ണുങ്ങൾക്ക് ഇടത് കൈയുടെ തള്ളവിരലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് അവർ ജനിച്ച സമയം, അവർ ഭൂമിയിൽ വന്ന സമയവും അവർ അമ്മയുടെ ഉദരത്തിലെത്തിയ സമയം വരെ ഇതിനകത്ത് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. ഇതൊന്നുമില്ല, നിങ്ങൾ സമയം തരൂ, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ, നിങ്ങൾ എവിടെ ജനിച്ചാണെന്ന് പറയും, ബാക്കി ഞങ്ങൾ കണ്ടെത്തി തരാം. എന്നാൽ ഭാവി പറയുന്നതിനെ കുറിച്ചോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഈ അപുകിട ലിപി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ സിദ്ധന്മാരുടെ ശിഷ്യന്മാര് അതിനെ ലഘൂകരിച്ച് എഴുതിയ പഴന്തമിഴിലാണ് ഇപ്പോൾ ഉള്ള പല ഓലക്കെട്ടുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും അവർക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സിദ്ധന്മാര് ചെയ്തു വച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ നൂലുകളുണ്ട്, സിദ്ധ പാടലുകളുണ്ട്. ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ നാഡി ജ്യോതിഷത്തിലൂടെ കണ്ടെത്താൻ കഴിയും. ഞാൻ നാഡി ജ്യോതിഷത്തെ എതിർത്തിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പിന്നെ ചോദിക്കുന്ന ഓരോന്നിനും ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ പരിഹാരക്രിയകൾ പറയുന്നുണ്ട്. ഈ പരിഹാരക്രിയകൾ പറയുന്നിടത്ത് ഇന്ന ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോകണമെന്നൊക്കെ അവർ എഴുതി തരും. ഓക്കെ, അതൊക്കെ എഴുതിക്കണം. ഇന്നതിനടുത്ത് പോകണം. പിന്നെ നാഡി വായിച്ച ആളിന് പിന്നെ പരിഹാരമായിട്ട് വസ്ത്രം, പിന്നെ അന്നം, മറ്റതൊക്കെ കൊടുക്കണമെന്ന് പറയും. ഈ വസ്ത്രം കൊടുക്കുമ്പോൾ അവരെന്താ പറഞ്ഞത്? അടിവസ്ത്രത്തിൻ്റെ കണക്ക് വരെ അവർ പറയും. ഇത്ര അളവിലുള്ള അടിവസ്ത്രത്തിൻ്റെ കണക്ക്, അങ്ങനെ കൊണ്ടുപോയ സ്ഥലങ്ങളുണ്ട്. അടിവസ്ത്രത്തിൻ്റെ കണക്ക് ഇത്രയാണ്. എൻ്റെ ഭാര്യയുടെ അളവ്, ഭാര്യയുടെ പിന്നെ സാരി, ഭാര്യയ്ക്ക് ബ്ലൗസ്, ഭാര്യയുടെ അടിവസ്ത്രം വരെ കണക്കെഴുതി കൊടുക്കുന്ന നാഡി ജ്യോതിഷന്മാരുള്ളിടത്ത് അവരോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് ഗ്രന്ഥത്തിലാണ്, ഏത് നാടിക്കെട്ടിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇത്രയും അളവൊക്കെ? അന്ന് ആകപ്പാടെയുള്ള അളവ് പറയാമെങ്കിൽ കോണാൻ്റെ അളവ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് കോണകം ചുറ്റിഞ്ഞ മൂലം മറച്ച് പറഞ്ഞ രസമാണത്. കോണകം ചുറ്റിഞ്ഞ മൂലം മറച്ച് നാടിയും കൊണ്ട് ഓടിടും നേരം അഗസ്ത്യനെ കണ്ട് ഞാൻ കുമ്പിട്ടേൻ എന്ന് പറഞ്ഞു. എന്തിനാണ്? ഒരു നാടിയെ മോഷ്ടിച്ചുകൊണ്ട് ഓടിയാൽ പോലും അഗസ്ത്യൻ കണ്ടുപിടിക്കും എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഇപ്പം പിന്നെ പരിഹാരക്രിയയ്ക്ക് ഷർട്ട്, മുണ്ട്,
അതും പോട്ട്, അതെല്ലാം ഓക്കെ നാളെ പരിഹാരം കൊടുക്കും, അതൊക്കെ വേണ്ടി വരും. ഒരാളിന് പൂർണ്ണ പ്രായമായവർ കൊടുക്കുമ്പോൾ കൊടുക്കാം. അത് അതിനകത്തും പറയുന്നത് വസ്ത്ര അന്നതായി. അതിനകത്ത് എങ്ങനെയാണ് പിന്നെ അടിവസ്ത്രത്തിൻ്റെ അളവ് എഴുതിയിട്ടുണ്ടോ? അന്ന് ഇങ്ങനത്തെ അടിവസ്ത്രങ്ങളായിരുന്നു. ഇവർ ഏതർത്ഥത്തിലാണ് പറയണത്? അതുപോലെ ബദാം പരിപ്പും പിന്നെ എന്താ പറയുക, പിന്നെ വിദേശത്തുള്ള ചില കിട്ടാത്ത പിന്നെ പഴങ്ങളും അങ്ങനെയുള്ള മിഠായികളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടോ? ഈ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ചോദിക്കേണ്ടി വരുന്നതുകൊണ്ട് ചോദിക്കാം, അല്ലാതെ ഞാൻ ഇത് കുറ്റമായിട്ടല്ല പറഞ്ഞത്. അപ്പോൾ അതൊരു ചൂഷണമാണ്. നാടിയെടുക്കുക പരിഹാരം എന്താണെന്ന് നോക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഏത് ഗ്രഹത്തിനാണോ ദോഷം ആ ഗ്രഹത്തിൻ്റെ നാമം ആകാശത്ത് നോക്കി സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കി ഭജിച്ച് സൂര്യനോട് അപേക്ഷിച്ചാൽ മതി, എല്ലാ പരിഹാരവും പരിഹരിക്കപ്പെടും. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി. അത് ഇവർ പറയുന്ന ക്ഷേത്രം തന്നെ ആവണമെന്നില്ല. അതവർ പറയുന്നതൊക്കെ തമിഴ്നാട്ടിൽ മാത്രമല്ല ഈ ക്ഷേത്രങ്ങളുള്ളത്, അല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഉത്തരം എന്തുകൊണ്ട് പിന്നെ ശിവൻ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നതിൻ്റെ കാരണം വൈത്തീശ്വര ക്ഷേത്രത്തിൽ എന്നുള്ളത്, വൈദ്യനാഥൻ എന്തുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നത് എന്നുള്ളതിനെങ്കിലും ഉത്തരം പറഞ്ഞു തന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് ഒരു തർക്കത്തിന് വേണ്ടി പറയുന്നല്ല. നാഡീ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ ഒരു പിന്നെ ഒരു വലിയ നോളജാണ്, ഭയങ്കരപ്പെട്ട ഒരു അറിവാണ്. അത് പഠിക്കേണ്ട വിധത്തിൽ പഠിക്കുക. അതല്ലാതെ ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിലുള്ള നാഡീ ജ്യോതിഷവും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേര് വരെ ഒരുവിധം കണ്ടെത്തി തരും. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലായിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഭാവി ശരിയാകുന്നില്ല, ഏതെങ്കിലും ഭൂതകാലം പറഞ്ഞ് നിങ്ങൾ ഏത് ജന്മം എടുത്താലും പറയും രാജാവായിരുന്നു അല്ലെങ്കിൽ മറ്റു രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അങ്ങനെ ഒന്നും നാടിക്കെട്ടുകളിൽ പറഞ്ഞിട്ടില്ല. നാടിക്കെട്ടിൽ പറഞ്ഞുള്ള കാര്യം വേറെയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഇത് പറഞ്ഞു തീരത്തില്ല. അതുകൊണ്ട് നാഡീ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ല. അതിനെ തട്ടിപ്പാക്കുന്നതിനെതിരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നാഡീ ജ്യോതിഷം എന്ന് പറയുന്നത് 18 സിദ്ധന്മാരും വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ നാഡീ ജ്യോതിഷത്തെ ബഹുമാനിക്കുക തന്നെ വേണം. അതല്ലാതെ നമ്മൾ പിന്നെ നാഡീ ജ്യോതിഷത്തെ പുച്ഛിച്ചു എന്ന് വിചാരിക്കരുത്. പുച്ഛിക്കാൻ പാടില്ല. പുച്ഛിക്കാൻ ഞാൻ ആരുമല്ല. അതേപോലെ നാഡീ ജ്യോതിഷത്തിൽ 9 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നാഡികളും ഉണ്ട്. അത് തർക്ക വിഷയമാണെങ്കിൽ വ്യക്തമായിട്ട് അതില്ലെങ്കിൽ അത് വ്യക്തമായിട്ട് ഇല്ലാത്തത് എന്തുകൊണ്ടെന്നും കൂടെ പറഞ്ഞു തരണം. നമ്മൾ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ എല്ലാവരും പറയും 18 സിദ്ധന്മാർ, 18 നാടിക്കെട്ടുകൾ. അല്ല, 84,000 നാടിക്കെട്ടുകളുണ്ട്. തർക്കമുണ്ടെങ്കിൽ പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ പറയട്ടെ. ശിവനാഡി, ഭൃഗുനാഡി, കൗശികനാഡി, വസിഷ്ഠനാഡി, പിന്നെ ഭോഗർ നാഡി ഉൾപ്പെടെ തുടങ്ങി 84,000 സിദ്ധന്മാര് ഈ പ്രപഞ്ചത്തിൽ ആദ്യ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഈ 84,000 സിദ്ധന്മാരും ഈ നാഡി എഴുതിയിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ പറയട്ടെ. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിപ്രോക്ത രീതിയാണ്. കൃഷിപ്രോക്ത രീതിയിലാണ് ഈ 84,000 സിദ്ധന്മാരും വന്നിട്ടുള്ളത്. ഈ 84,000 സിദ്ധന്മാരും എന്തിന് ആണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവരുടെ നാടിക്കെട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ 84,000 സിദ്ധന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ നാട്യത്തെ കുറേയേറെ ഉൾക്കൊണ്ടും അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടും ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു. ബാക്കി ഞാൻ പിന്നാലെ പറയുന്നതാണ്. അറിവ് ഒരു നിറവാണ്. അത് ഒരിക്കലും ഒരാളിൽ മാത്രം നിൽക്കാനുള്ളതല്ല. അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുക. കടലിൻ്റെ ആഴവും ആകാശത്തിൻ്റെ അളവും നമ്മൾ അളക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അറിവ് കിട്ടി എന്നുള്ള അറിവ് ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹം പോലെയാണ്. അതുകൊണ്ട് അറിവൊരു നിറവാണ്, ഒപ്പം ഒരു മുറിവാണ്. ആ മുറിവ് എന്ന് പറയുന്നത് ഇത്തരം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും അറിവില്ലാതെ നമ്മൾ ഇതിനെ തൊഴിലാക്കി മാറ്റുമ്പോഴാണ് അറിവ് മുറിവായി മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി പിന്നാലെ പറയുന്നതാണ്.